നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സാറേ, പഠിക്കുന്നത് മറന്നു പോകുന്നു, എന്താണ് ചെയ്യുക, എങ്ങനെയാണ് പഠിക്കേണ്ടത് അറിയുന്നില്ല. പലപ്പോഴും കുട്ടികളുടെ ഒരു പ്രശ്നം തന്നെയാണത്. ഹാർഡ് വർക്ക് നന്നായിട്ട് ചെയ്യുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്കും മറന്നു പോകുന്ന ഒരു പ്രശ്നം പറയാറുണ്ട്. എപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല ഭാഗത്തുനിന്നും, ഹാർഡ് വർക്ക് അല്ല ചെയ്യേണ്ടത്, സ്മാർട്ട് വർക്കാണ്. ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും നമ്മളുടെ വ്യത്യാസം എന്താ വെച്ചാൽ, ഒറ്റ എക്സാമ്പിൾ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും. ഒരു സ്റ്റുഡന്റിന് വേണമെങ്കിൽ ഇത് കാണാപാഠം പഠിച്ച് ഒരു 10-15 മിനിറ്റ് കാണാപാഠം പഠിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മെമ്മറി പവർ ഉള്ളതുകൊണ്ട് മാത്രം ഓർത്ത് വെക്കാൻ പറ്റും. അയാൾക്ക് നല്ല മെമ്മറി പവർ ആയിരിക്കും, അപ്പോൾ കുറേ കാലം ഓർത്ത് വെക്കുന്നുണ്ടാവും. കാണാപാഠം പഠിക്കുക, എല്ലാവർക്കും ആ മെമ്മറി പവർ ഉണ്ടാവണമെന്നില്ല. എനിവേ 3-4 പ്രാവശ്യം പറഞ്ഞ് 10 പ്രാവശ്യം പറഞ്ഞ് അതിങ്ങനെ കാണാതെ പഠിക്കും. ചിലപ്പോൾ 1 മാസം 2 മാസം കഴിയുമ്പോൾ അത് മറന്നു പോകും. ഇത് ഹാർഡ് വർക്കാണ്. അത്രയും 10-15 മിനിറ്റ് കാണാതെ പഠിച്ചിട്ട് പിറ്റേന്ന് ചോദിച്ചിട്ട് കിട്ടിയില്ലല്ലോ സർ, പിറ്റേന്ന് അതേ ടോപ്പിക്കിന് ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് മനസ്സിലായില്ലല്ലോ സർ എന്ന പ്രശ്നം വരും. നേരെ മറിച്ച് നിങ്ങൾ അങ്ങനെയല്ല പഠിക്കേണ്ടത്. അത് ഹാർഡ് വർക്കാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ പറഞ്ഞത് എന്ന് ആദ്യം എൻ്റെ മൈൻഡിലേക്ക് വരണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ളതാണ്, നിങ്ങൾക്ക് ഇതൊരു സ്റ്റുഡൻറ്റിന് പറഞ്ഞു കൊടുക്കാനുള്ളതാണെങ്കിൽ നിങ്ങളിത് കാണാപാഠം പഠിക്കുകയാണോ ചെയ്യുക? അല്ലല്ലോ. നിങ്ങൾ ആദ്യം ഇതിൽ എന്താ പറഞ്ഞത് മനസ്സിലാക്കി അവനെ മനസ്സിലാക്കിക്കാനുള്ള രൂപത്തിലല്ലേ പഠിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിലുള്ള ലോജിക്ക് എന്താ എക്സാമ്പിൾ വെച്ച് പഠിക്കും. 1-2 എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞ പോലെ നോക്കും. അപ്പോൾ എക്സാമ്പിൾ അടക്കം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണല്ലേ, ഓക്കെ, മലയാളത്തിൽ ഇതാണല്ലേ ഇതിൻ്റെ അർത്ഥം, ഒരാൾ മാസ് ഫിക്സ്, ഓക്കെ എന്ന് നിങ്ങൾ മൈൻഡിലേക്ക് അത് പക്കാ ക്ലിയർ ആക്കി ലോജിക്ക് കയറ്റിയതിനു ശേഷം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്, നിങ്ങളതൊന്ന് കാണാപാഠം പഠിക്കാൻ ശ്രമിച്ചു നോക്ക്. സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ 1 മാസത്തിന് ശേഷം മറന്നുപോയാലും, സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ മറന്നു പോകും, മനുഷ്യന്മാരാണ്, മറന്നു പോകാം, മെമ്മറി പവർ അത്രയ്ക്ക് ഉള്ളൂ. പക്ഷേ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശം നിങ്ങളുടെ മൈൻഡിൽ അപ്പോഴും ഉണ്ടാവും. ഐ എം ഷുവർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ പ്രൈം സംഭവം. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും നമ്മളുടെ മൈൻഡിൽ ആ സബ്ജക്റ്റ് ഇൻട്രസ്റ്റഡ് ആയി കയറിയോ എന്നുള്ളതിന്റെ ഒക്കെ പോയിന്റ് ആ മൈൻഡിൽ അതുണ്ടോ. സ്റ്റേറ്റ്മെന്റ് ഒക്കെ പിന്നെ നമുക്ക് ഇരുന്ന് വായിച്ച് പഠിച്ചെടുക്കാൻ പറ്റും. ബട്ട് ലോജിക്കും കോൺസെപ്റ്റും ഒരു പ്രാവശ്യം തലയിൽ കയറി കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവും, അടിപൊളിയായിട്ടുണ്ടാവും. അതാണ് സ്മാർട്ട് വർക്ക്. അങ്ങനെ പഠിക്കാനാണ് മാക്സിമം നിങ്ങൾ ശ്രമിക്കേണ്ടത്.